DSC നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആനുവൽ ഇവാലുവേഷൻ 2022-23 എന്നുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ആൻസർ ദ ക്വസ്റ്റ്യൻസ് 1 and 2 ഈച്ച് ക്യാരീസ് 1 സ്കോർ. ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ നിയോളിത്തിക് സൈറ്റ് എടക്കൽ ഈസ് ലൊക്കേറ്റഡ്. എടക്കൽ എവിടെയാണ്? തമിഴ്നാടാണോ, മധ്യപ്രദേശാണോ, കേരളയാണോ, ഉത്തർപ്രദേശാണോ? എടക്കൽ ഗുഹ നമുക്കറിയാം എവിടെയാണ്, വയനാട്ടിലല്ലേ, കേരളയിലാണ് അല്ലേ. Okay, then pyramids are tombs where the mummies were preserved. Identify the civilization to which the pyramids are related. Pyramid എവിടെയാണുള്ളത്? ഹാരപ്പൻ സിവിലൈസേഷൻ ആണോ, മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ആണോ, ചൈനീസ് സിവിലൈസേഷൻ ആണോ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണോ? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അല്ലേ. ഈ ഈജിപ്തിലാണ് എന്ത് പിരമിഡും മമ്മീസും ഒക്കെ ഉള്ളത് അല്ലേ. Then next, answer all questions from 3 to 6. Each carries 2 score. Explain the factors that led to the decline of Buddhism. എന്താണ്? എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ബുദ്ധിസ്റ്റ് ടീച്ചിങ് ആൻഡ് ഐഡിയോളജീസ് ഫെയിൽ ടു റിസീവ് മച്ച് സപ്പോർട്ട് ഫ്രം ദ ലേറ്റർ റൂളേഴ്സ്. ബുദ്ധിസം ലോസ്റ്റ് ഇറ്റ്സ് ഗ്രാൻഡിയർ വെൻ ഇറ്റ് വാസ് സ്പ്ലിറ്റ് ഇൻ ടു 2 സെക്ട്സ്, ദ മഹായാന ആൻഡ് ദ ഹിനയാന അല്ലേ. The revival of Vedic religion adversely affected the progress of Buddhism. Then next എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. Identify the geographical features represented by the given conventional symbols in map. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ബ്രിഡ്ജാണ് അല്ലേ, ഹെഡോ ഗ്രേവ് യാർഡ് അല്ലേ. എന്തൊക്കെയാണ്? ബ്രിഡ്ജും ഗ്രേവ് യാർഡും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ. 5th ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മെൻഷൻ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ഫ്ലഡ് ഫ്രം ബിക്കമിങ് എ ഡിസാസ്റ്റർ. എന്താണ് ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ നമ്മൾ എടുക്കേണ്ട, വെള്ളപ്പൊക്കം വരുന്നതിൻ്റെ മുന്നേ നമ്മൾ എടുക്കേണ്ട, വെള്ളപ്പൊക്കം തടയാൻ അല്ലേ, പ്രിവെൻറ്റ് ഫ്ലഡ് എടുക്കാനും പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ക്രിയേറ്റ് എൻവയോൺമെൻറ്റ് അവെയർനെസ് ഇൻ പീപ്പിൾ, മസ്റ്റ് ഗീവ് സയൻറ്റിഫിക് എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഫ്രം childhood itself. Each one of us is bound to obey the existing rules. The side walls around the houses will be built by bio-fencing with bush plants instead of those with bricks and cement. The people of Kerala must be provided with the awareness and skills to go on with the development activities without causing much harm to the natural environment. By nurturing such a culture, we can check natural calamities from becoming severe disasters. Okay, then next നോക്കൂ. അടുത്ത എന്താണ്? വാട്ട് ആർ ദ യൂസസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് വെച്ചിരിക്കുന്നത്. എന്താണ്? സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ അത് വരുന്നത് പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ്, ട്രെയിൻ ബിഹേവിയർ പാറ്റേൺസ്, promote coexistence, promote social values and ensure cooperation. Then next in the 7th question നോക്കൂ. Mention the functions of a president of India. എന്താണ്? Appoint the prime minister and other ministers, appoint chief justice and judges of the Supreme Court, nominate 12 members of Rajya Sabha and 2 members of Lok Sabha, act as the supreme commander of armed forces, give assent to bills passed by the parliament, declares emergency in the country if needed, take a decision on mercy petition. Okay, the next 8th question. 8th question. Complete the given table showing the development occurred in the field of science and literature during the Gupta period. Vishaga Datta എന്താണ്? മുദ്രരാക്ഷസ അല്ലേ. പിന്നെന്താ? അഭിജ്ഞാന ശാകുന്തള എഴുതിയാരാ? ആര്യഭട്ടൻ്റെ ബുക്ക് ഏതാ? ആര്യഭട്ടീയം അല്ലേ. ആര്യഭട്ടീയം. അഭിജ്ഞാന ശാകുന്തള ഏതാണ്? കാളിദാസ് അല്ലേ. പിന്നെ അമരഘോഷ അത് എഴുതിയ ആളാരാ? അമരസിംഹ അല്ലേ. ഓക്കെ, റൈറ്റ് ദ 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. എന്താണ് പ്ലാനിങ്? ഇക്വിറ്റി, ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ? 10ാമത്തേതാണ് അല്ലേ. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ്. The chairman of the NITI Aayog is the Prime Minister. The governing council consists of all state chief ministers, lieutenants, governors of union territories and vice chairman nominated by the Prime Minister. In addition to full members, there are 2 part-time members and 4 ex officio members and chief executive officer. The temporary members are selected from the leading universities and research institutions. The Prime Minister deputes 4 cabinet minister and ex officio members. The chief executive officers is appointed by the Prime Minister. 3 point എഴുതിയാൽ മതി കേട്ടോ. Okay, then next 11th question ആണ് കേട്ടോ. എന്താണ് 11th question? Answer the following questions related to the wetland. What are wetland?
മെൻഷൻ ദ എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദ റീക്ലവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്. ഇപ്പോൾ നോക്കൂ, എന്താണ് വെറ്റ്ലാൻഡ് ആർ നാച്ചുറൽ സിങ്സ് ഓഫ് സർഫേസ് വാട്ടർ. Paddy field, ponds, swampy regions and all low-lying regions come under the category of lowland. പിന്നെ മറ്റേ രണ്ടാമത്തെ lowering of water level in wells, floods become common in rivers even in side streams. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 12th ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ഐറ്റംസ് കോളം എ വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഫ്രം കോളം ബി. അപ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ മാച്ച് ചെയ്ത് ഏതാണ്? നമുക്ക് ട്രോപ്പോസ്ഫിയർ എന്താണ്? ക്ലൗഡ് ഫോർമേഷൻ. സ്ട്രാറ്റോസ്ഫിയർ ഓൾസോ ലെയർ. മെസോസ്ഫിയർ ദ മെറ്റീരിയൽസ് ഗെറ്റ് ബേൺഡ് ഔട്ട്. തെർമോസ്ഫിയർ ഹെൽപ്സ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് ദ ഫ്ലഡ് ദാറ്റ് ഒക്കേർഡ് ഇൻ കേരള ഡ്യൂറിങ് 2018. എന്താണ് 2018 എന്താണ് ഫ്ലഡ് എന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദ റെയിൻസ് ദാറ്റ് ലേഷ്ഡ് കേരള ബിറ്റ്വീൻ ദ ജൂൺ 2018 ആൻഡ് ഓഗസ്റ്റ് 2018 were much more than the normal. This caused considerable flooding in 13 out of the 14 districts. The damage and destruction caused by the floods in 2018 can never be really estimated. It had its devastating effect on all the sectors. It took away hundreds of lives. The land, environment as well as the life forms including man were subjected to flood. The agricultural sectors was wholly affected by the ഫ്ലഡ്സ്. ഏതെങ്കിലും 4 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. എന്താ? സോഷ്യൽ കൺട്രോൾ അല്ലേ. സോഷ്യൽ കൺട്രോൾ, ഫോർമൽ സോഷ്യൽ കൺട്രോൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ അല്ലേ. ഫാമിലി, റിലീജിയൻ, പിയർ ഗ്രൂപ്പാണ്. ഫോർമൽ സോഷ്യൽ കൺട്രോളിൽ പോലീസ്, മിലിറ്ററി, കോർട്ട്, പ്രിസൺ. ഓക്കെ, ഇൻഫോർമൽ സോഷ്യൽ ഇങ്ങനെ എഴുതാം അല്ലേ. ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ, ഫാമിലി, മിലിറ്ററി, പ്രിസൺ. അതെ, നെക്സ്റ്റ് എന്താ നോക്കൂ. പട്ടടുത്ത് ഇവിടെ ഇപ്പോൾ എ എന്നുള്ളടത്ത് നിങ്ങൾ എന്താക്കണം? എൻ്റെ ആൻസർ തന്നെ എഴുതുക കേട്ടോ. ഇൻഫോർമൽ സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള അത് എഴുതുക കേട്ടോ. സോഷ്യൽ കൺട്രോൾ എന്ന് എഴുതുക. പിന്നെ ബി എന്നുള്ളിടത്താണ് എന്ത്? റിലീജിയൻ. പിന്നെ പിയർ ഗ്രൂപ്പ്. ഇവിടെ എന്താ വരിക? ഇവിടെ വരുന്നത് എന്താ? ഫാമിലി അല്ലേ. അങ്ങനെ ബി ആക്കി അങ്ങനെ എഴുതുക കേട്ടോ. പിന്നെ വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ? മെൻഷൻ ദ ഇൽ ഇഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ എന്താണ്? ദ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, chemical and biological properties of water is termed as water pollution. Water pollution not only affects the availability of fresh water but leads to the pollution of land and air as well. The survival of plants and animals are put to danger. Okay. Next, explain the role of the 3-tier system of panchayat in local development. ഏതൊക്കെയാ 3-tier system? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അല്ലേ. അതിൽ ഗ്രാമപഞ്ചായത്ത് എന്താണ്? The local development needs are discussed at the Grama Sabha at the village level. The demands of generator are compiled and are presented in the form of plans. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് project submitted by panchayat are listed and submitted to district panchayat on the basis of to preference. Then next district panchayat, the project is submitted by the block panchayat is examined by the district level planning committee to give approval. The project will be handed over to the state planning board. Okay, then next in the explain the activities that help in surface runoff harvesting. ഏതാണ്? conservation of wetland, protection of forest, terrace farming, mulching, construction of check dam, construction of mud walls and digging rainwater percolation pits percolation pits. Okay, then അപ്പോൾ ഇത്രയുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ നന്നായി ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആൻസർ ചെയ്യട്ടോ, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.